എടി നീ ജോലിക്കാ പോയത്? എടി നീ അഴിഞ്ഞാട്ട കാര്യടി, നീ എന്നെ ബോധിപ്പിക്കാനാടി ഇതിട്ടോണ്ട് പുറത്തോട്ട് പോകുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരുങ്ങി നടന്നിട്ടുണ്ടോ? ഈ കാലത്തിനിടയ്ക്ക് ഇന്ന് മാറും നാളെ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ജീവിച്ചത്. നിക്ക്. എന്താ മുഖം മറയ്ക്കാത്തത്? മുഖം മറച്ചോണ്ട് ചെല്ലരുതെന്ന് പറഞ്ഞോടാ. നീ മുഖം മറച്ചോണ്ട് പോയാ മതി. മുഖം മറയ്ക്കാതെ ചെല്ലാവൂന്ന് പറഞ്ഞു, അതുകൊണ്ടല്ലേ. ഇതിനെന്താ കുഴപ്പം? നീ എന്താ കരി വരച്ച? ഇല്ല. നീ പൗഡറൊക്കെ ഇട്ട്? ഇല്ല. ഇതെല്ലാം തുടച്ചിട്ട് നീ പോയാ മതി. പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. മുഖം മറച്ചോണ്ട് പോയാ മതി. ഇക്ക, ഈ ഡ്രസ്സ് പോലെ അവിടെ അനുവദനീയം അല്ല. ഞാൻ അവരെ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയിട്ടാണ് ഇതുപോലെ ഇടുന്നത്. അതും ഇക്കായ്ക്ക് വേണ്ടി. ഇക്കായ്ക്ക് അറിയാമല്ലോ, ഈ ചൂടത്ത് ഇതൊക്കെ ഇട്ടോണ്ട് പോകുന്നത് തന്നെ പറ്റത്തില്ല. പിന്നെ നമ്മളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഈ ജോലിക്ക് ഞാൻ ഇറങ്ങിയത്. അല്ലെ ഞാൻ പോകുന്നില്ല. ഞാൻ മുഖം മറച്ചോണ്ട് ചെന്നാൽ അവര് ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല. മതിയാ, ജോലി നിർത്തട്ടോ ഞാൻ. പോയിട്ട് വാ. ഒരുപാട് സമയം ഇപ്പോഴാണ് എന്തോ ഗ്യാസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നീ എന്താ അകത്തോണ്ട് ചോദിക്കാത്ത? പുറത്തിറങ്ങിക്കുന്ന എന്തിന്? ആരെങ്കിലും ഉണ്ടാ? ഇക്ക, ഗ്യാസ് തീർന്നു. എനിക്കാണെങ്കിൽ ജോലിക്ക് പോണം. ഞാൻ പുറത്തിട്ട് കത്തിക്കുവാണ്, അകത്ത് അടുപ്പില്ലല്ലോ. നീ പുറത്തിറങ്ങിക്കുന്ന എനിക്കറിയാം. എന്താ നീ പറക്കിയെടുത്ത് അകത്തോണ്ട് പോ. പിന്നെ ഞാൻ ചോറ് വെക്കണ്ടേ? ഒരു കഷ്ടം തന്നെ. ഏതവൻ നിക്കുന്ന? ഞാൻ ഇപ്പൊ നോക്കിക്കോ നിന്നെ. ഇവിടെ ആരെങ്കിലും നിൽക്കുന്ന? എന്തൊരു മനുഷ്യനിത്. ഈ മനുഷ്യന്റെ സംശയം ഇത് എങ്ങനെ തീരും? ഒരു വലിയ കഷ്ടം തന്നെ. വേവിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്കൊരു സ്വസ്ഥത കിട്ടത്തില്ല. എന്നെ കയറാം. അപ്പുറത്തെ കൊച്ചിന്റെ ഗ്യാസ് എങ്ങനെ ഉണ്ടോന്ന് ചോദിക്കാം. അത് വേണ്ട. ഹലോ ഹലോ, കട്ടിയില്ല. എനിക്ക് സംസാരിക്കണം. കട്ടിയില്ല. നിക്ക്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇക്ക ഉള്ളപ്പോഴും വീട്ടിൽ ഉള്ളപ്പോഴും വിളിക്കല്ലേന്ന്? ഞാൻ വരാന്ന്. പക്ഷെ വരുമ്പോ എനിക്ക് പേടിയാവുന്ന. നിനക്കറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ. പിടിക്കപ്പെടരുത്. നീ ഇങ്ങനെ വരുമെന്നാണ്. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഉള്ളപ്പം വാട്സപ്പിലും മെസ്സേജ് വിടണ്ട. വേണ്ട, ഒരിക്കലും ഉണ്ടായിരുന്നു. എൻ്റെ ഫോണൊക്കെ ചെക്കിങ് ആണ്. എല്ലാ സ്വഭാവം അറിഞ്ഞൂടെ? ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലേ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വരാം. പക്ഷെ എന്നെ നേരത്തെ ഇനി വിടണേ. ഒരുപാട് താമസിക്കല്ലേ. ഇല്ല, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ എന്നെ വിടത്തില്ല. പുറത്തോട്ട് പോലും ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. ശരിയടാ. വെച്ചോ. ഇപ്പം എൻ്റെ പിറക്കെ എവിടെയെങ്കിലും നിൽക്കുന്നതായിരിക്കും. ശരി.
ഞാൻ പോക്കട്ടെ. എങ്ങനെയാണെന്ന് ബാഗിനകത്ത് വെക്കാൻ ഡ്രസ്സ് എടുത്തു. ഒരു മോചനം വേണ്ടേ? നിക്ക്, എവിടെ പോയിട്ട് വരുന്നു? ജോലിക്ക് പോയിട്ട് വരുന്നു. ജോലിക്കാ? എന്താ? ഞാൻ ജോലിക്ക് പോയിരുന്നത്. എവിടെ പോരുന്നു? ജോലിക്ക്. എടി, നീ ജോലിക്കാ പോയത്? കല്യാണത്തിനല്ലേ പോയത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലേ കല്യാണത്തിന്? നിന്നെ അവിടെ വെച്ച് കണ്ടല്ലേ? നീ അവിടെ കിടന്ന് കറങ്ങുന്നു. നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ഇങ്ങനെയല്ലല്ലേ? എടി, നീ അഴിഞ്ഞാട്ട കാര്യടി. നീ എന്നെ ബോധിപ്പിക്കാനാടി ഇതിട്ടോണ്ട് പുറത്തോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നീ ഇതൊക്കെ അങ്ങ് മാറ്റുമല്ലേ അടി? നീ ഏവന്റെ അവിടെ ഇടി പോകുന്നത്? മതി, നിർത്ത്. കുറെ കാലമായി സഹിക്കുന്നു ഞാൻ. എനിക്കെന്താ എന്റെ രീതിയിൽ നടന്നുകൂടെ? നിങ്ങൾ പറയുന്ന അനുസരിച്ചല്ലേ ഈ കോലത്തിൽ ഞാൻ നടക്കുന്നത്. എനിക്കിത് ഇഷ്ടം ഉണ്ടായിട്ടാ അല്ലല്ലേ? എന്റെ മോന്റെ കല്യാണത്തിനാണ് ഞാൻ പോയത്. അതെനിക്ക് പോവണമായിരുന്നു. നിങ്ങളത് ചോദിച്ചാൽ നിങ്ങൾ വിടത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒളിച്ചു പോയത്. ഞാൻ ഇതുവരെ നിങ്ങളനുസരിച്ച് മാത്രമല്ല ജീവിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ മുടിഞ്ഞ സംശയമാണ്. ഞാൻ ജോലിക്ക് പോവുകയും വേണം, എങ്കിൽ നിങ്ങൾ പറയുന്ന കണക്ക് തന്നെ ജീവിക്കുകയും വേണം. അങ്ങനെ തന്നെ ജീവിച്ചത്. കുറെ നാളായിട്ട് സഹിക്കുന്നു. നിന്റെ ഉദ്ദേശം എന്താണ്? ഒരു ഉദ്ദേശം ഇതുവരെ ഇല്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ ഇത്രയും കാലം ജീവിച്ച് വേറെ എവിടെയെങ്കിലും എന്റെ തോന്നിവാസത്തിന് എനിക്ക് പോവായിരുന്നെങ്കിൽ എനിക്ക് എന്നേ പോവായിരുന്നു. പക്ഷെ നിങ്ങളെ ഈ സ്വഭാവത്തിന് പോലും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. അല്ലെങ്കിൽ എനിക്ക് കയറി ചെല്ല ഒരു സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ജീവിച്ചത്. കേട്ടല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ ഈ സ്വഭാവം മാറ്റ്. എനിക്ക് 2 വലിയ മക്കളുണ്ട്. ഞാൻ ഇത്രയും കാലം ഞാൻ ആരോടെയും പോയിട്ടില്ല. ഇനിയും ഞാൻ ആരോടെയും പോവാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ പോകുന്ന കുറെ പെണ്ണുങ്ങൾ കാണുമായിരിക്കും. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. ഇപ്പൊ ഞാൻ നിങ്ങളെ പേടിച്ച് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പേടിച്ചിട്ടാണ്, അല്ലാതെ അല്ല ഞാൻ പോയത്. നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ എന്റെ ഡ്രസ്സും കൊണ്ട് ഞാൻ ആ കല്യാണത്തിന് എനിക്ക് പോയേ പറ്റൂ. നിങ്ങളെ പോലെ സ്വഭാവം, അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്തൊരു ഭർത്താവിന്റെ കൂടെ ആയിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് പൊയ്ക്കൂടായിരുന്നാ? ഞാൻ നിങ്ങളെ പേടിച്ചല്ലേ ഓരോ നിമിഷം ഈ വീട്ടിൽ കഴിയുന്ന പോലും. എന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഒരു തുണിക്കടയിൽ പോകുന്ന ഞാനാണ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് ഈ ചൂടത്ത്. ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. കളഞ്ഞിട്ട് പോയിരുന്നെ എനിക്ക് പോവായിരുന്നു, മുമ്പേ പോകായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരുങ്ങി നടന്നിട്ടുണ്ടോ? ഈ കാലത്തിനിടയ്ക്ക് ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എന്നെ ഒന്ന് ശ്വാസം വിടാൻ സമ്മതിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ പേടിച്ചല്ലേ ഇവിടെ ജീവിക്കുന്നത്. ഇന്ന് മാറും നാളെ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ജീവിച്ചത് ഇത്രയും കാലം. ഇനി മാറുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല.
ഞാൻ പോവുകയാണ്. ഇനി എനിക്കിതൊന്നും സഹിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഇത്ര വർഷം ഞാൻ സഹിച്ചില്ലേ? പറയുന്ന എല്ലാം കേട്ടില്ലേ? അല്ല ഷമി, നീ പോകരുത്. നീ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, നീ ഇല്ല എനിക്ക് പറ്റത്തില്ല. ഞാൻ അവിടെ വെച്ച് കണ്ടപ്പം നിന്നെ ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയി. സംശയം അത് മാറാതെ ഞാൻ നിങ്ങളോട് ഇനി ജീവിക്കത്തില്ല. നിങ്ങൾക്കത് മാറി എന്ന് ഉറപ്പ് വരുമ്പോ എന്നെ വന്ന് വിളിക്ക്, ഞാൻ വരാം. നീ പോവരുത്. നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഇനി ഒന്നിനും എതിര് നിൽക്കത്തില്ല. ഉറപ്പാണോ? നീ അകത്ത് കയറിപ്പോ.